മൂവാറ്റുപുഴയുടെ മുഖച്ഛായ മാറ്റുന്നതിന് കച്ചേരത്താഴത്ത് പുതിയ പാലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് MLA പ്രഖ്യാപനം. നോക്കാം മൂവാറ്റുപുഴക്കാരുടെ അഭിപ്രായങ്ങളിലൂടെ. ഇവിടെ മൂവാറ്റുപുഴയിൽ പുതിയ 4 വരി പാത വരികയാണ്. ട്രാഫിക്കിന് പ്രത്യേക മാറ്റങ്ങൾ സംഭവിക്കുന്നതും ഇവിടെ ട്രാഫിക് ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതും നാട്ടുകാർക്ക് ജനങ്ങൾക്കും യാത്രാ സൗകര്യം എളുപ്പമാക്കുന്നതുമാകുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. പുതിയ പാലം വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് നല്ല പരിഹാരം ഉണ്ടാകുന്നതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും യാത്രാക്ലേശങ്ങളും പരിഹരിക്കുന്നതിനും മറ്റു കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്, കേരള സർക്കാർ, പ്രത്യേകിച്ച് പിണറായി ഗവൺമെൻറ് പ്രത്യേക റോഡിന് പ്രത്യേക വികസനങ്ങളും കാര്യങ്ങളും 4 വരി പാതയാണ് മൂവാറ്റുപുഴ ടൗണിൽ വരുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും യാത്രാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പരിഹരിക്കുന്നതാണ്. പാലം വരുന്നത് വളരെ നല്ലതാണ്. ഈ ടൗണിലെ തിരക്ക് കുറയും. ഇതാണ് എൻ്റെ അഭിപ്രായം. പുതിയ പാലം വരുന്നത് മൂവാറ്റുപുഴയ്ക്ക് എന്തുകൊണ്ടും ഗുണകരമാണ്. കാരണം ഇവിടെ വിങ്ങി പൊട്ടുന്ന ട്രാഫിക്കിൽ ഏറെ ആശ്വാസകാരികമായിരിക്കും മൂവാറ്റുപുഴയ്ക്ക് എന്നുള്ളതാണ് യാതൊരു സംശയമില്ല. കൂടാതെ മറ്റ് അനുബന്ധ സൗകര്യങ്ങളായ ചാലിക്കട് പാലം, മുറിക്കല്ല് പാലം ഇത് പൂർണ്ണമാകുന്നതോടുകൂടി മൂവാറ്റുപുഴയിലെ ഗതാഗതം ഒഴിവായി ഇവിടെ നല്ലൊരു ട്രാഫിക് സംവിധാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ല ആവശ്യമാണ്. ഞാൻ ഇവിടുത്തുകാരനല്ല, ഇവിടെ വന്നു പോകുന്ന ആളാണ്. എങ്കിലും ഏറ്റവും ആവശ്യമാണ്. കുറച്ചൊക്കെ ഓവർ ബ്രിഡ്ജ് വരാതെ ഇതൊന്നും സംഭവമല്ല. വണ്ടികൾ ഇഷ്ടം പോലെ കൂടി വരുന്നു. എത്ര വീതി കൂട്ടിയാലും അത്രയും വാഹനങ്ങളും കൂടും. ഏറ്റവും നല്ല കാര്യം എന്താണ് പ്രതീക്ഷ? ഉപകാരമായിരിക്കും. നല്ല കാര്യമാണ്. അഭിപ്രായം ഞാൻ പാലം വന്നാലും ബ്ലോക്ക് മാറാൻ പോകാം. ഇവിടെ ബ്ലോക്ക് മാറണമെങ്കിൽ റോഡിൻ്റെ അവസ്ഥ മാറി കിട്ടണം, വീതി കൂടണം, പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കണം. ഇതൊന്നുമില്ല മൂവാറ്റുപുഴ ടൗണിൽ. അതാണ് ഇവിടെ ബ്ലോക്കിന് മെയിൻ കാരണം. പാലത്തിൽ ഇപ്പോൾ 2 പാലമുണ്ട്. ആ 2 പാലത്തേടെ അങ്ങോട്ടും പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവണില്ല. പക്ഷേ ഈ ഒരു പാലോടെ വന്നിട്ട് അതിനൊരു പ്രയോജനം ഉണ്ടാവണ്ടേ? റോഡ് ആദ്യം വലുതാക്കണം. ഇത് ഓരോ സ്ഥലത്തും ചെല്ലുന്നവരും പല രീതിയിലാണ് റോഡിൻ്റെ വീതി വരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം. ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് പാലം റോഡിൻ്റെ വീതി അങ്ങോട്ട് കുറയും. അതിൻ്റെ റോഡ് കറക്റ്റായിട്ട് വീതി വെച്ച് പണിയുവാണെങ്കിൽ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ മുറുക്കലിൽ ഒരു പാലം പണിതിട്ടിട്ട് 5-8 വർഷമായി. അത് പൂർത്തിയാക്കുവാണെങ്കിൽ തന്നെ ഈ മൂവാറ്റുപുഴ ബ്ലോക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ആ ഒരു പാലം കൂടെ വരുന്നത് നല്ല കാര്യമാണ്. ജനത്തിൻ്റെ തിരക്ക് കുറഞ്ഞിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. മൂവാറ്റുപുഴയിൽ കച്ചേരത്താഴത്ത് പുതിയ പാലം വരുവാണ്. എങ്ങനെയാണ് പാലം വരുന്നതിനെ സമീപിക്കുന്നത്? പാലം വരുന്നതിനോട് അനുകൂലിക്കുന്നു. കാരണം ഇവിടുത്തെ ജനത്തിരക്ക് കുറയും. അമ്പലത്തിലേക്കും ഇതിലൊക്കെ പോകാൻ നേരത്ത് വളരെ തിരക്കാണ്. ഇവിടെ പോക്കറ്റടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഒഴിവാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് സമയം ബ്ലോക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഈ ടൗണിൽ ഓടുന്ന ആളാണ്. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത് റോഡ് മോശം, അതിൻ്റെ ഇടയ്ക്ക് പാലത്തിൽ മൊത്തം ബ്ലോക്കാണ്. എപ്പോൾ നോക്കിയാലും ബ്ലോക്കാണ്. രാവിലെ വൈകുന്നേരം ഒരു രക്ഷയില്ല, വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ പോണു. പാലം വരുന്നതുകൊണ്ട് നല്ല കാര്യമാണ്. ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ പാലം വരുന്നത്. ഗതാഗത കുരുക്കൊന്നും കുറയാൻ പോകുന്നില്ല. അത് വാഹനങ്ങൾ പെരുകുന്നതനുസരിച്ച് ഗതാഗത കുരുക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കും. പാലം വന്നാൽ കുറച്ച് എളുപ്പമുണ്ടെന്ന് മാത്രം. അല്ലാണ്ട് അത് പൂർണ്ണമായിട്ട് ഗതാഗത കുരുക്കിന് പരിഹാരമാവില്ല. എന്നാലും നല്ലൊരു തീരുമാനമാണ്. പാലം യാഥാർത്ഥ്യമാക്കട്ടെ. മൂവാറ്റുപുഴ പുതിയ പാലം വന്നാൽ നല്ലതാണ്. എന്തുകൊണ്ടും ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കെല്ലാം ഒഴിവായി കിട്ടും. പലതും അതാണ് എല്ലാവർക്കും വളരെ സൗകര്യപരമായിട്ട്. ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കെല്ലാം ഇതായിട്ട് മാറി കിട്ടും. നഗരവികസനത്തിന് ഒരു മുഖ്യമായ ഘടകമായിട്ട് വരും. അത് എല്ലായിടത്തും വരുന്ന നന്നായിരിക്കും. ചേട്ടാ, മൂവാറ്റുപുഴയിലെ പാലം യാഥാർത്ഥ്യമാകും. പുതിയ പാലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാകുമോ? ഇതൊന്നും നടപ്പിലാവില്ല. ഈ ജന്മത്തുണ്ടാവില്ല. ഞങ്ങളുടെ തലമുറയ്ക്ക് അടുത്ത തലമുറയിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരായിരിക്കും. ഒരു മുറിക്കല് പാലം ഒന്ന് കിടക്കുകയാണ്. എല്ലാം വഴിയൊക്കെ ശരിയായി. അതൊന്നും ഉദ്ഘാടനം ചെയ്യണ്ടോ? അത് ചെയ്താൽ മതി. ഇപ്പോഴത്തെ പ്രശ്നം തീർന്നു. എത്ര വർഷമായി ഞങ്ങളെ പറ്റിക്കണു ഈ ജനങ്ങളെ ഈ വോട്ടും മേടിച്ചിട്ട്? എന്താ ആവശ്യത്തിന്? ഒരു കാര്യം നടത്തി തരാൻ പാടില്ലേ? അത് വേണ്ട. ബൈപ്പാസ് വന്നു. ബൈപ്പാസ് എവിടെ? ശനി ഞായർ കൊടുത്ത അവസ്ഥ എന്നാന്ന് അറിയാമോ? വണ്ടി ഞങ്ങൾ ഓടിക്കില്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെടില്ല ഇവിടെ പോണേ. ജീവിതം ഇത്രയും ബുദ്ധിമുട്ടാണ്.
പാലം വന്നോടെ ഗതാഗതക്കുഴി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. പിന്നെ പ്രതീക്ഷയുണ്ട്. പാലം വന്നാൽ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പുതിയ പാലം 4.5 വർഷം ഇപ്പൊ കയറുമ്പോ ഉണ്ടാകുന്ന പറഞ്ഞ MLA കാണാനും കൂടെ ഇല്ല. ഒരു ചെറിയ പാലം തീർക്കാൻ കഴിയില്ല. പിന്നെ ഇതിപ്പോ എൽദോയുടെ ലിസ്റ്റിൽ പെട്ടിയാക്കണേ. പഴയ MLA എൽദോ ഇതിപ്പെടുത്തി ലേബിൻ്റെ എല്ലാം കഴിഞ്ഞു പോയേക്കണേ അവിടെ നിന്ന്. പിന്നെ വാഴക്കഞ്ഞും ഇവൻ പറഞ്ഞിട്ട് ഇപ്പം കാര്യമുണ്ടോ? പുള്ളി കയറിയിട്ട് 4.5 വർഷം തീരാൻ പോവുക. ഇതുവരെ മുറിക്കൽ പാലം തുറക്കാൻ പുള്ളിനെ കൊണ്ട് സാധിച്ചിട്ടില്ല നിലവിൽ MLA. ചുമ്മാ എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് എൽദോടെ ഇതാ ചുമ്മാ മംഗളത്തിലും മനോരമയിലും ഇന്നലെ എഴുതിയിട്ടുണ്ട് പുതിയ പാലം ദേ വരുന്നു. ഒരു പോസ്റ്റേല് ബൾബ് മാറാൻ ആയിട്ടുണ്ടോ? ഇവർക്ക് ഇത് കണ്ണ് കാണുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ PA ജംഗ്ഷൻ സീനൽ പോലെ ഇവിടെ വരെ മൊത്തം റോഡ് മോശമല്ലേ? ഇതൊന്നും ഇവർക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ടോ? ഇവരൊക്കെ വണ്ടിയായിട്ട് കിടക്കണേല് ആ മാളിൻ്റെ ഭാഗത്തൊക്കെ എന്താ കാണുന്നത്? താൽക്കാലികമായിട്ട് റോഡ് വലിയ പൊക്കണമൊന്നുമില്ല. ആ റോഡ് കുഴി ഇതൊക്കെ ഉള്ളതൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി എടുക്കും. അത് ചെയ്യാതെ ഈ പാലത്തിന് മുമ്പ് തന്നെ കിടക്കുന്ന സംഭവം ഒരു വണ്ടി കയറി വരാൻ പറ്റുമോ? അതാണ് മെയിൻ. ഇവിടെ മൂവാറ്റുപുഴ സംബന്ധിച്ചു പോകണം. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ജില്ലയാണ് എറണാകുളം ജില്ല റോഡിനെ സംബന്ധിച്ച്. നിങ്ങൾ ബാക്കിയുള്ള ജില്ല അല്ല. ഇപ്പോൾ ഇന്നലെ കോതളം നിയോജകമണ്ഡലത്തിൽ ചെന്ന് നോക്ക് റോഡുകളുടെ. ഇന്നലെ കൂടെ ഉദ്ഘാടനമായിരുന്നു 2 കോടിയുടെ. ഇവിടെ എന്ത് നടക്കാത്ത? ഇവിടെ മോളിൽ നിന്ന് വന്ന ആളെ MLA വല്ല ഫലമുണ്ടോ? തീരാൻ പോവുക. ആ മുറിക്കൽ പാലമെങ്കിലും ഒന്ന് ജസ്റ്റ് വേറെ ഒന്നും നടക്കാൻ കഴിയാത്ത പുതിയ പാലം കോതമംഗലത്തിൽ ചെന്ന് നോക്ക് നിങ്ങൾ. ദിനംപ്രതി ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന മൂവാറ്റുപുഴക്കാർക്ക് ശുഭവാർത്തയാണ് പുതിയ പാലം എന്നത്. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ പദ്ധതികളിൽ നിന്ന് പാലം വേറിട്ടതാകുമെന്ന പ്രതീക്ഷയിലാണ് മൂവാറ്റുപുഴക്കാർ. പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മൂവാറ്റുപുഴ ന്യൂസ്. ക്യാമറാമാൻ ഗോകുൽ കൃഷ്ണനോടൊപ്പം വിവിധ ബേബി.